ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനാണെങ്കിൽ ഇപ്പം കൊല്ലത്താണുള്ളത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് വേണ്ടി വന്നതാണ്. ഇപ്പം ഞാൻ എന്താ ഉറക്കം എണീറ്റിട്ടേ ഉള്ളൂ. പക്ഷെ സമയം 8 മണിയായി. നല്ല ഉറക്കമായിരുന്നു. ഞാനിപ്പം എന്നെ ആരോ ഒന്ന് വിളിച്ച് എണീപ്പിച്ചാണ്. അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് ഹറിബറിയായിട്ട് റെഡി ആവണം, കാരണം ടൈമില്ല. അപ്പം എന്തായാലും ഞാൻ പോയി റെഡി ആയിട്ട് കാണാം. ഞാൻ വിചാരിച്ച് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കാമെന്ന്, പക്ഷേ അതിനുള്ള സമയമൊന്നുമില്ല. ഞാൻ എന്തായാലും പോയി റെഡി ആയിട്ട് വരാം. ഞാൻ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഫിറ്റൊക്കെ എടുക്കാം. അവൻ പറഞ്ഞു നീ ആ ലോക്ക് ചെയ്യാൻ പറഞ്ഞു. അവന്റെ വണ്ടി ലോക്ക് ഇട്ട് അതിനെ ലോക്ക് എടുക്കാൻ പറ്റത്തില്ല. വാ, നീ ബസ് എടുക്കും. കേറ് കേറ്. ഞാനാണെങ്കിൽ ആകെ ഒരു അരമണിക്കൂർ എടുത്താണ് റെഡി ആയത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വലിയ മെനയൊന്നും വന്നില്ല. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ നേരെ റെഡിയായി കഴിഞ്ഞിട്ട് നേരെ കൊല്ലത്തൊരു മണ്ഡപത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം. ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട്, എനിക്ക് പേരറിയത്തില്ല, സോറി. കൊല്ലത്തുള്ള ആരെങ്കിലും കാണുകയും ക്ഷമിക്കണം കേട്ടോ, എനിക്ക് ശരിക്കും അറിയത്തുണ്ട. അങ്ങനെ നമ്മളിത് ആ മണ്ഡപത്തിലെത്തി. ചെക്കൻ്റെ സ്വീകരണമൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം അതിനിടയ്ക്ക് വെച്ചിട്ട് ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ വെൽക്കം ഡ്രിങ്കും കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിച്ച് വയറ് ഓക്കെ ആക്കാമെന്ന് വെച്ചു, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് വിശന്ന് തല ഇറങ്ങണ പോലത്തെ ഫീലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് കല്യാണ വീട്ടിലൊക്കെ പോയി തല ഇറങ്ങി വീണ് ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന്. അങ്ങനെ ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അകത്തോട്ട് കയറിയത്. അതുകൊണ്ട് സ്വീകരണമൊക്കെ മിസ്സായി. അങ്ങനെ കറണ്ട് പോയി. പിള്ളേരൊക്കെ സന്തോഷിക്കണ് കറണ്ട് പോയപ്പോ. പിള്ളേരൊക്കെ ഡാൻസ് കളിക്കണ് കറണ്ട് പോയെന്നും പറഞ്ഞു. വന്നു. ഓ, ആ പാട്ടുകാരൻ്റെ കാര്യമല്ലേ, അവൻ പാടിക്കൊണ്ടിരുന്നായിരുന്നു. അപ്പോഴത്തേക്കാ പോയത്. അയ്യോ ശരിയാ, ഞാൻ അത് ഓർത്തില്ല. ബ്ലോഗർ ചിപ്സിനുള്ള അടിയാണ്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങനെ കാണിയില്ലേ. ഒന്നും കൂടെ പറ.
പൊളിക്കലടാ വണ്ടി. ഒരുത്തൻ വണ്ടി ലോക്കിട്ട് വെച്ച ആ ലോക്ക് തുറങ്ങാൻ പറ്റുന്നില്ല. ഈ രണ്ട് മൊണ്ണകളും കൂടി. ഇല്ല, ആകാശാണ് പറഞ്ഞേടാ വണ്ടി ലോക്ക് ചെയ്തിട്ട് പാടാന്ന്. സേഫ്റ്റി സേഫ്റ്റി. വണ്ടി ലോക്ക് എടുക്കാൻ പറ്റുന്നില്ല. ലോക്ക് അഴിക്കാൻ പറ്റുമോ? സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ ലോക്ക് അഴിക്കാൻ പറ്റുമോ? വെയിലാണെങ്കിൽ കണ്ണ് കാണിക്കും. എന്താ ചെയ്യാന്നാ മുഖം ഇരിക്കുന്നു നോക്കിയ വിഷമാണോടാ നിനക്ക്? അല്ല ശരിയാക്കാ, നീ വിഷമിക്കണ്ട. ഒറ്റയാന്ന് പറഞ്ഞൊരു നോർമൽ സിനിമയുടെ ഉണ്ട്, നോർമൽ അല്ലാതെ നമ്മൾ ചെയ്യുന്നത്. കമ്പി ഒടിഞ്ഞിട്ടില്ല, വണ്ടി സ്റ്റാർട്ടായി. പിടിച്ചു വാങ്ങിയത് ഫൈനലി കല്യാണമൊക്കെ നന്നായിട്ട് നടന്നു, എല്ലാം അടിപൊളിയായിരുന്നു. ഇപ്പം ഞാൻ ഇനി അടുത്ത റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആയിട്ട് ഇറങ്ങണം. നമ്മള് റിസപ്ഷന് പോവുകയാണ്. കൂടെ ജിത്തുണ്ട്. വല്ല കേക്കുമായിരിക്കോ? ഇല്ല, കേക്കത്തില്ലായിരുന്നു. പാടത്ത് കോലം ഇതിലും വേദം നല്ലതായിട്ട് വയ്ക്കും. അങ്ങനെ നമ്മള് ആകാശിന്റെ ചേട്ടന്റെ കല്യാണ റിസപ്ഷന് വന്ന് അവിടെയാണ് വെന്യൂ. പക്ഷെ അവിടെ സിനിമ പാട്ട് ഇട്ടേക്കണം, അപ്പൊ എന്തായാലും കോപ്പി റൈറ്റ് കിട്ടും. സോ എന്നാലും ഞാൻ ബാക്ക് ക്യാമറ വെച്ച് വീഡിയോ എടുക്കാം. ചെന്നപാടെ ഞാൻ ഒരു വാട്ടർമെലൺ ജ്യൂസും എടുത്ത് കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് കുടിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ കണ്ണും തള്ളിയിരിക്കണ വേറൊന്നുമല്ല, ഞാൻ ഇങ്ങനെ കുടിച്ചിട്ടാണ് ജിത്തുവിൻ്റെ അടുത്ത് പറഞ്ഞേടാ എൻ്റെ ലിപ്സ്റ്റിക്ക് പോവോടാന്ന്. പിന്നെ നമ്മൾ കുറച്ച് നേരം പോയി ബ്രൈഡിനെയും ഗ്രൂമിനെയൊക്കെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്കും ജിത്തു പറഞ്ഞേടി ഇതിൻ്റെ മുകളിലൊരു സംഭവം ഉണ്ട്, അവിടെ പോയി നിൽക്കാം, വ്യൂ കൊള്ളാമെന്ന്. അപ്പോൾ ഒരു ഗോൾഡൻ അവർ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ പിന്നെ മുകളിൽ നിന്നിട്ട് ചുമ്മാ ഒന്ന് ആ ഒരു വെന്യൂ ഫുള്ളൊന്ന് എടുത്തതാണ്. ഇങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ സെറ്റപ്പ് ആയിരുന്നു ആക്ച്വലി. കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ താഴെ വന്നപ്പോഴത്തേക്കും കേക്ക് കട്ടിങ് സെറമണി ആയിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ടിങ് സെറമണി സ്റ്റാർട്ടിംഗ്.
റിസപ്ഷൻ ഓൾമോസ്റ്റ് കഴിയാറായി കേട്ടോ. ഇവിടെ മൊത്തം സിനിമാ പാട്ട് ഇട്ടിരുന്നോണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ. ഇപ്പൊ ഇവിടെ ഗാനമേള നടക്കും. അയ്യേ നീനാണ് അവിടെ നിന്ന് ഓടി വന്നത്. പരിപാടിയെല്ലാം തീർന്നു. ലാസ്റ്റ് അവിടെ ഗ്രൂമും ബ്രൈഡും ഉൾപ്പെടെ എല്ലാവരും അവരുടെ ഹോൾ ഫാമിലി, അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരുമായിട്ട് ഭയങ്കര ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു. അതാണ് ഞാൻ ഇങ്ങനെ ടയേർഡായിട്ടിരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വയസ്സ് അത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.